ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്നും കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കണം. സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. പുകമറ സൃഷ്ടിച്ച് എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്തരുത്. വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. ആരും ആരുടെയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെയൊന്നും ഒരു ഭീഷണിയും നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കും തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഒരാളെയും ഭീഷണിപ്പെടുത്തുക, ഒരു ഭീഷണിപ്പെടുത്തിയതിന് എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയുള്ള അകത്താകും. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിനു മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു. അതിലൊന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ഓർമ്മയില്ല. അതങ്ങനെ ചർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ, ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്കും നടിമാർക്കും ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ.